ഭഗവാന്റെ വാമഭാഗത്ത് വിരാജിക്കുന്ന രാധാദേവിയെ നാം 33-ാം ശ്ലോകത്തിൽ ദർശിച്ചു. ഇനി 34-ാം ശ്ലോകത്തിൽ രാധാദേവിയെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന സഖിമാരെയും ആ പരമധാമത്തിലെ മനോഹരമായ ചുറ്റുപാടുകളെയും കുറിച്ച് സൂതൻ വിവരിക്കുന്നു. 34-ാം ശ്ലോകം രാധാസഖിമാരുടെ വർണ്ണന. ദേവിയുടെ തോഴിമാരായ ഗോപികമാരുടെ രൂപത്തെയും അവരുടെ ഭക്തിയെയും കുറിച്ചാണ് ഈ ശ്ലോകം സംസാരിക്കുന്നത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഗോപികാനാം സമൂഹൈശ്ച സേവ്യമാനാം മുധാമുനെ രത്നഭൂഷണഭൂഷാഭിശ്ചിത്രവസ്ത്രാഭിരുജ്വലാം. പദാനുപദ അർത്ഥം: ഗോപികാനാം ഗോപികമാരുടെ, സഖിമാരുടെ, സമൂഹൈഹി കൂട്ടങ്ങളാൽ, ച സേവ്യമാനാം സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൾ, അതായത് രാധ, മുധ സന്തോഷത്തോടെ, മുനെ ഹേ മുനെ, രത്നഭൂഷണഭൂഷാഭിഹി രത്നാഭരണങ്ങളാലുള്ള അലങ്കാരങ്ങളോടുകൂടിയ ഗോപികമാർ, ചിത്രവസ്ത്രാഭിഹി ചിത്രത്തയ്യലുകളോടുകൂടിയ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചവർ, ഉജ്ജ്വലാം ഉജ്ജ്വലമായ പ്രഭയുള്ളവൾ, രാധയെക്കുറിച്ചാണ്. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം: ഹേ മുനി, രത്നാഭരണങ്ങൾ അണിഞ്ഞവരും മനോഹരമായ ചിത്രവസ്ത്രങ്ങൾ ധരിച്ചവരുമായ ഗോപികമാരുടെ കൂട്ടങ്ങളാൽ സന്തോഷത്തോടെ സേവിക്കപ്പെട്ടുകൊണ്ട് അതീവ തേജസ്വിയായി രാധാദേവി അവിടെ വിളങ്ങുന്നു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ആത്മീയതയിലെ സഖീഭാവത്തെ, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഡിവിനിറ്റി വെളിപ്പെടുത്തുന്നു. സേവനം സന്തോഷത്തോടെ, മുദ സന്തോഷത്തോടെ എന്ന വാക്ക് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നു. ആത്മീയ ലോകത്ത് സേവനം എന്നത് ഒരു അടിമത്തമല്ല, മറിച്ച് പരമമായ ആനന്ദമാണ്. ഭഗവാനെയും അവിടുത്തെ ശക്തിയെയും സേവിക്കുന്നതിലൂടെ ലഭിക്കുന്ന തൃപ്തിയാണ് ഗോപികമാരുടെ സൗന്ദര്യത്തിന് കാരണം. വൈവിധ്യം, ഡൈവേഴ്സിറ്റി. ചിത്രവസ്ത്രം എന്നത് വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഓരോ ഭക്തനും ഓരോ രീതിയിലാണ് ഭഗവാനോട് പ്രിയം പ്രകടിപ്പിക്കുന്നത്. ഈ വൈവിധ്യമെല്ലാം ഒടുവിൽ ആ പരമമായ ചൈതന്യത്തിൽ ലയിക്കുന്നു. തേജസ്സിൻ്റെ പ്രതിഫലനം. രാധയുടെ തേജസ് ഉജ്ജ്വലാം സഖിമാരിലും പ്രതിഫലിക്കുന്നു. വെളിച്ചത്തിൻ്റെ അടുത്തു നിൽക്കുന്നവർക്കും ആ വെളിച്ചം ലഭിക്കുന്നത് പോലെ പുണ്യാത്മാക്കളോടൊപ്പം ഇരിക്കുന്നവർക്കും ആ പുണ്യം ലഭിക്കും. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, നല്ല കൂട്ടുകെട്ടുകളുടെ, അതായത് സത്സംഗം പ്രാധാന്യമാണ് ഈ ശ്ലോകം കാണിക്കുന്നത്. ഗോപികമാർ എപ്പോഴും രാധയുടെ അരികിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്കും ആ ദിവ്യമായ ശോഭ ലഭിച്ചു. അതുപോലെ നാം സജ്ജനങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചാൽ അവരുടെ നന്മകൾ നമ്മിലേക്കും പകരും. നിന്റെ വസ്ത്രത്തെക്കാളും ആഭരണത്തെക്കാളും നിന്റെ മനസ്സിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. രാധയും സഖിമാരും ഭഗവാനും ചേർന്നുള്ള ആ ദിവ്യ ദർശനം നാം പൂർത്തിയാക്കി. ഇനി 35-ാം ശ്ലോകത്തിൽ ഇത്രയും മഹത്തായ ആ രൂപത്തെ ദർശിച്ചുകൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്നും പ്രപഞ്ച സൃഷ്ടിക്കായി ഭഗവാൻ എന്ത് നിർദ്ദേശം നൽകിയെന്നും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.